സാന്നിധ്യം കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് അനേക കാര്യങ്ങൾ അങ്ങയുടെ വചനത്തിൽ എഴുതി വെച്ചത് ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവെ. നന്ദി കർത്താവെ. ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം അടിയന്റെ ജീവിതത്തിലും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണേ കർത്താവെ. കർത്താവെ താങ്ക് യു ലോർഡ് ജീസസ്. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഭാഗം റൂത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ്. റൂത്തിന്റെ പുസ്തകം വളരെ എന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചപ്പോൾ അതെന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. അതിന്റെ ആദ്യത്തെ റൂത്തിന്റെ 3 പേരെയാണ് നമ്മളവിടെ കാണുന്നത്. റൂത്ത്, ബോസ്, നവോമി, അല്ലെങ്കിൽ നവോമി, റൂത്ത്, ബോസ്. ഈ 3 പേരുടെയും ജീവിതത്തില് ആക്ച്വലി ക്രൈസിസ് സിറ്റുവേഷൻസ് വന്നു. അവര് ദൈവത്തിങ്കിലേക്ക് നോക്കി റെസ്റ്റ് കണ്ടെത്തി, സൊല്യൂഷൻ കിട്ടി. ഇതാണ് നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് കാണുന്നത്. വേറെ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാര്. ഇതൊക്കെ നമുക്ക് വളരെ എൻകറേജിങ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ ആ ചാപ്റ്റർ തുടങ്ങുമ്പോൾ, ആ റൂത്തിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ ഇങ്ങനെ കാണുന്നേ, 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, there was a famine in the land. നമ്മുടെ നാട്ടില് നമുക്കിപ്പോ ഉള്ള പോലത്തെ പ്രയാസം, കോവിഡിന്റെ പ്രയാസം ഉള്ള പോലത്തെ there was a famine in the land. ഒരു ക്ഷാമം ഉണ്ടായി, ദേശത്ത് ക്ഷാമം ഉണ്ടായി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ പക്ഷെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവിടെ. ഒരു ഫാമിലി, എലിമേലേക്ക് എന്ന അദ്ദേഹത്തിന്റെ പേര്. എലിമേലേക്ക് ഉണ്ടായിരുന്നു. എലിമേലേക്കിന്റെ ഒരു റിലേറ്റീവ് ആയിട്ടാണ് സൽമോൻ എന്ന് പറഞ്ഞ ഒരാൾ വേറെ ഉണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ വായിക്കാം. സൽമോന്റെ മകനാണ് പിന്നെ വരുന്ന ബോസ്. പക്ഷെ ഈ സൽമോനും ബോസും ഒക്കെ അവിടെ തന്നെ അങ്ങ് പാർത്തു. പക്ഷെ എലിമേലേക്ക് എന്ത് ചെയ്തെന്ന് അറിയാമോ? എലിമേലേക്ക് വിചാരിച്ചു നമ്മളെ പോലെയൊക്കെയാ, നമ്മളും എലിമേലേക്കിനെ പോലെയാ. ഇതെങ്ങനെയാ ഇതൊന്ന് നമ്മുടെ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യുന്നേ എന്ന് വിചാരിച്ചിട്ട് എലിമേലേക്ക് വിചാരിച്ചു, ശരി എന്നാ മോവാബ് ദേശത്തേക്ക് ഒന്ന് പോയി നോക്കാം. ആക്ച്വലി മോവാബ് ദേശത്ത് പോയാൽ ഒത്തിരി പ്രശ്നങ്ങളുടെ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. അവിടെ ദൈവത്തെ ആരാധിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. മാത്രമല്ല എലിമേലേക്കിനും നവോമിക്കും 2 ആമക്കളുണ്ട്. അവരവിടെ പോയാൽ അവർക്ക് പ്രശ്നമാകാം. കാരണം അവര് അവിടുത്തെ സ്ത്രീകളെ കണ്ട് അവിടെ കല്യാണം കഴിക്കാം, അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാം. ഇതൊക്കെ ദൈവം നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. മോവാബിയ ആൾക്കാരുടെ ദൈവത്തെ അറിയാത്ത ഒരു ജാതിയുടെയും അടുത്ത് നമ്മൾ ഒത്തിരി പോകരുതെന്ന് ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മളോടും അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ദൈവമക്കളുടെ കൂടെ ആകുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ആയിപ്പോയാൽ നമ്മള് പലപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്സിൽ ചെന്ന് ചാടും. പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് വെച്ചാൽ അവിടെയും ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പിന്തുടരും, നമുക്കൊരു വിടുതൽ തരും എന്നുള്ളതാണ് ഈ റൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. പിന്നെ എനിക്ക് വളരെ വളരെ നമുക്ക് എല്ലാവർക്കും ഇത് വായിക്കുമ്പോൾ, നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഹോപ്പ് നമുക്ക് കിട്ടും. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ശരി, നമുക്ക് മുമ്പോട്ട് പോവാം. ഇവർ ആക്ച്വലി എഴുതിയിരിക്കുന്നത് he went to sojourn in the land. അവിടെ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാനാ പോയത്. ക്ഷാമം കഴിഞ്ഞ് തിരിച്ചു വരാന്ന്. പക്ഷെ എന്ത് പറ്റി? നമ്മൾ താഴോട്ട് വായിക്കുമ്പം 4-ാം അധ്യായത്തിന്റെ അവസാനം വായിക്കുമ്പം they stayed there 10 years. 10 വർഷം അവിടെ താമസിച്ചു. ഇപ്പൊ പോയച്ച് ഇങ്ങോട്ട് തിരിച്ചു വരാം, എനിക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി നിന്നാൽ എനിക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളിൽ ഏർപ്പെടും. പക്ഷെ അവിടെ പോയി ഏർപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഊരാൻ പറ്റാത്ത ഒരു കുടുക്കിലോട്ട് നമ്മൾ വീഴും. ഇവർക്കും അങ്ങനെ ഒരു കാര്യം പറ്റി. എന്നാലും ദൈവത്തിന്റെ സ്നേഹം അവിടെ പിന്തുടർന്നു എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ വെച്ച് എന്ത് പറ്റിയെന്ന് അറിയാമോ? 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, മഹ്ലോൻ ആൻഡ് കില്യോൺ died and the woman was bereft of her 2 children and her husband. So both her children and her husband died. Just imagine, now they have 3 widows. 3 വിധവമാരാ ഉള്ളെ. So now, പക്ഷെ ഒരു വലിയൊരു കാര്യം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു. 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത് she arose to return. മലയാളത്തിൽ വായിക്കുമ്പം മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ നവോമി പുറപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യം. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലായിരിക്കും, നമുക്ക് തന്നെ അറിയാം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുക എന്നുള്ളത്. കർത്താവ് ആഗ്രഹിക്കുക, arise and return. Don't stay where you are. ഇറങ്ങി പുറപ്പെടുക. She arose to return. അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വായിച്ചാല്
അവള് when she arose to return, അവൾ മടങ്ങി പോകാനായിട്ട് പുറപ്പെട്ടപ്പോ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവം ഒരു റൂത്തിനെ അവൾക്ക് കൊടുത്തു. അവൾക്ക് 2 ഡോട്ടേഴ്സ് ഇൻ ലോ ഉണ്ടായിരുന്നു, 2 മരുമക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു മരുമകള് തിരിച്ചങ്ങ് അവളുടെ ദേശത്തേക്ക് പോയി. അവളുടെ കഥ നമുക്ക് പിന്നെ അറിയത്തേ ഇല്ല. പക്ഷെ ഒരു മരുമകള് അവളുടെ കൂടെ പറ്റി നിന്നു. അതാ നമ്മൾ വായിക്കുന്നത്. നവോമി ഒരു സ്റ്റെപ്പ് എടുത്തപ്പോഴത്തേക്ക് ദൈവം അടുത്തൊരു പ്രൊവിഷൻ അവിടെ ഉണ്ടാക്കി. ദൈവം എന്തോ ചെയ്യുന്നറിയാമോ? 14 തൊട്ട് താഴോട്ട് വായിക്കുമ്പം റൂത്ത് പറയുക, നീ എവിടെ പോകുന്നോ അവിടെ ഞാൻ വരും. 13ഉം 14ഉം വായിക്കുന്നത് റൂത്ത് ക്ലങ് ടു ഹെർ. ഓർപ്പ തിരിച്ചുപോയി, റൂത്തോ പറ്റി നിന്നു. എന്തൊരു വലിയ ഒരു പറ്റി നിൽക്കാന്ന് പറഞ്ഞൊരു വാക്യം. ഒന്ന് കാര്യം ആലോചിച്ച് നോക്കി, എങ്ങ് മാറിപ്പോവാതെ ദൈവം അങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തന്നെ ഉള്ളെന്ന്. ദൈവം ചിലപ്പോൾ നമ്മുടെ കൂടെ പറ്റിച്ചേർന്ന് നിന്ന് നമ്മളെ എൻകറേജ് ചെയ്യാൻ. താഴോട്ട് വായിക്കുമ്പം റൂത്ത് എങ്ങനെയാ നവോമിയെ നോക്കുന്നത് നമുക്ക് കാണാം. അവസാനത്തെ ചാപ്റ്റർ വായിക്കുമ്പം ആ ദേശക്കാര് പറയുന്നത്, റൂത്ത് യുവർ ഡോട്ടർ ഇൻ ലോ ഇസ് ബെറ്റർ ടു യു ദാൻ 7 സൺസ്. അങ്ങനെയാ പറയുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പിലോട്ട് ഉള്ള ഒരാൾ, ഒരു കൂടെ ഈ ലോകത്തിൽ തന്നെ ജീവിക്കാനായിട്ട് കൂടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ദൈവം കൊടുത്തു, ഒരു ഡോട്ടർ ഇൻ ലോയെ കൊടുത്തു. അവൾ ഒരു ഡോട്ടറെക്കാട്ടിലും മാത്രമല്ല 7 സൺസിനേക്കാളും നല്ലതാണ് അവളെ പറ്റി വായിക്കുന്നത്. പക്ഷെ എങ്ങനെയാ ഈ റൂത്തിന് വ്യത്യാസം വന്നെന്ന് അറിയാമോ? റൂത്ത് ഒരു കാര്യം തീരുമാനിച്ചു, നവോമിയുടെ ദൈവം എന്റെ ദൈവം. 16-ാം വാക്യത്തിൽ അതാ കാണുന്നത്, യോർ ഗോഡ് വിൽ ബി മൈ ഗോഡ്. വാട്ട് എ ബ്ലെസ്സഡ്നെസ്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഒരു കംപ്ലീറ്റ് സെപ്പറേഷൻ വേണം, എന്നാലേ നമുക്ക് ആ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് കുറച്ച് കിട്ടുള്ളൂ മുഴുവനായിട്ട്. നമുക്ക് കുറച്ച് വേൾഡും കുറച്ച് ദൈവവും, അങ്ങനെ 2 കാര്യം പറ്റത്തില്ല. കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് ഐഡന്റിറ്റി ആൻഡ് സെപ്പറേഷൻ ഓഫ് ഫെയ്ത്ത്. ആൻഡ് ദിസ് റൂത്ത് കംസ് ടു ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ നമ്മൾ വായിക്കുമ്പം റൂത്തിന്റെ പേര് ഫസ്റ്റ് പേജിലുണ്ട്. ദൈവത്തെ അറിയാത്തൊരു ജാതിയിൽ നിന്ന് റൂത്ത് ഉണ്ടായി. റൂത്ത് ദൈവത്തിന്റെ പുതിയ നിയമത്തിലേക്ക് വന്നു. പഴയ നിയമത്തിൽ എത്ര ആൾക്കാരുണ്ട്, അവരൊന്നും ഇസ്രായേൽ മക്കളുണ്ട്, അവരൊന്നും പുതിയ നിയമത്തിലേക്ക് വന്നില്ല. പുതിയ നിയമത്തിലെ ഫസ്റ്റ് പേജിൽ റൂത്തിന്റെ പേരുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഇതാ ദൈവം. എന്നിട്ട് നമ്മള് 2-ാമത്തെ അധ്യായത്തിലോട്ടൊന്ന് പോകാം. നമുക്ക് മുഴുവൻ 4 ചാപ്റ്ററും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് ചെറിയ സമയത്തിനുള്ളിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 2-ാമത്തെ അധ്യായം വായിക്കുമ്പം റൂത്തിനെ പറ്റി ആദ്യത്തെ വാക്യം വായിക്കാം. നവോമിക്ക് തന്റെ ഭർത്താവായ എലിമേലേക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. അവന്റെ കാര്യമാണ് നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ വായിക്കുമ്പോൾ കാണുന്നത്. ബോവസിന്റെ അമ്മ രാഹാബ്, ബോവസിന്റെ അപ്പൻ സൽമോനെ പറ്റി പറയുന്നത് ഒരു പ്രിൻസ് ആയിരുന്നു. ഹി വാസ് എ പ്രിൻസ് ഇൻ ഇസ്രയേൽ. സൽമോൻ, പ്രിൻസ് ആയിട്ടിരുന്ന സൽമോൻ കല്യാണം കഴിച്ച ആരാന്നറിയാമോ? രാഹാബ്. ആരാന്ന് ഓർമ്മയുണ്ടോ? രാഹാബ് യോശുവയുടെ സമയത്ത് ആ എരിക്കോ പിടിച്ചടക്കാൻ നേരത്ത് എരിക്കോ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ഒരു വേശ്യയായിട്ടുള്ള സ്ത്രീ യഹോവയെ പറ്റിയുള്ള, ദൈവത്തെ പറ്റിയുള്ള ശ്രുതി കേട്ടു. ദൈവത്തെ വിശ്വസിച്ചു. ആരും അറിയാത്തൊരു ദേശത്ത് അവിടെ സാക്ഷാൽ ദൈവത്തെ വിശ്വസിക്കാത്തൊരു ജാതിയുടെ ഇടയിൽ നിന്ന് ചെവി കൊണ്ട് ഒരു കേൾവി കേട്ട് ഇങ്ങനൊരു ദൈവം, വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിശ്വസിച്ചു. എന്നിട്ട് ഒരു കാര്യം തീരുമാനിച്ചു, തന്റെ ജാതിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേൽ മക്കളുടെ കൂടെ ചേരാനായിട്ട്. ആ രാഹാബ് ഇസ്രായേൽ കൂടെ വന്നപ്പോ അവളെ ആരെ കല്യാണം കഴിച്ചെന്ന് അറിയാമോ? ഒരു പ്രിൻസ് ആയിട്ടുള്ള സൽമോൻ. ആ സൽമോന്റെ മകനാണ് ഈ ബോവസ്. എന്നിട്ട് അവനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തോന്നറിയാമോ? മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ, അവന് ബോവസ് എന്ന് പേർ. രാഹാബിന്റെ മകള് മോനെ എന്തായെന്ന് ആലോചിച്ചേ. ഈ ബോവസിനെ പറ്റി നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവൻ ഒത്തിരി ധനവാനായിരുന്നു നമ്മൾ കേട്ടു. ആ ബോവസിനെ പറ്റി ഒന്ന് വായിക്കുമ്പം അവൻ ധനവാൻ മാത്രമായിരുന്നില്ല. 4-ാമത്തെ വായിക്കുമ്പം now behold Boaz came from Bethlehem and said to the reapers, may the Lord be with you, and they said to him, may the Lord bless you. നമ്മള് ആ അധ്യായം വായിക്കുമ്പോ അറിയാം, അങ്ങനെ വലിയ വിശുദ്ധരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. കാരണം എന്താ? ബോസ് തന്റെ ജോലിക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ആ റൂത്തിനെ ഒന്നും ചെയ്യരുത്, റൂത്തിനോട് കരുണയായിട്ടിരിക്കണം. യു ഷുഡ് നോട്ട് ഇൻസൾട്ട് ഹെർ, യു ഷുഡ് നോട്ട് റിബ്യൂക്ക് ഹെർ. എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ പോലെ തന്നെ ചെറുപ്പക്കാരും വഷളത്വം ഉള്ളൊരു സമയത്ത്, അങ്ങനെയുള്ള ജോലിക്കാരുള്ള സ്ഥലത്ത് ആ മുതലാളിയായ മനുഷ്യന്റെ വായിൽ നിന്ന്
വേലക്കാരെ ഗ്രീറ്റ് ചെയ്യുന്ന ആദ്യത്തെ വാക്ക് എന്താണെന്നറിയാമോ? രാവിലെ 4-ാം വാക്യം ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചു, മലയാളത്തിലൂടെ വായിക്കാം. അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. നമ്മുടെ ജോലി സ്ഥലത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരുടെ കൂടെ ജീവിക്കുമ്പം നമുക്ക് ഈ രീതിയിൽ ദൈവത്തെ കൺഫെസ് ചെയ്യുന്ന വാക്കുകൾ പറയാൻ ധൈര്യമുണ്ടോ? പൗലോസ് പറയുന്നുണ്ട് റോമർ 1:16 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത രീതിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറാണോ? ദൈവം നമ്മളെ വാലെല്ലാം തലയാക്കുന്നതായിരിക്കുന്നു. അതുപോലെ ജീവിതവും വാക്കുകളും ദൈവത്തെ മഹത്വപ്പെടുന്ന നമ്മുടെ വായിൽ നിന്ന് വരുമ്പോൾ എങ്ങനെ ദൈവം ദൈവത്തെ തന്നെത്താനെ മഹത്വപ്പെടുത്തുകയും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇരിക്കാനും പറ്റും? ദൈവത്തിന് പറ്റത്തില്ല. ദൈവം അതങ്ങനെ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം, ഈ റൂത്തിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തുവാന്ന്. നമ്മൾ ബോസിൽ നിന്ന് റൂത്തിലോട്ട് ഇപ്പൊ മാറുക. റൂത്തിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്, റൂത്തിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആകെപ്പാടെ മോവാബിയായ റൂത്ത്, ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 22 പിന്നെ 1-ാം വാക്യത്തില് ഇങ്ങനെ നവോമി മോവാബ് ദേശത്ത് നിന്ന് കൂടെ പോകുന്ന മരുമകൾ റൂത്ത് എന്ന മോവാബിയ സ്ത്രീ, അവൾക്ക് ആകെപ്പാടെ ഉള്ള ഒരു വിശേഷത മോവാബിയ സ്ത്രീ എന്ന്. ആ പ്രിഫിക്സ് മോവാബിയ സ്ത്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇസ്രായേൽ മക്കൾക്ക് ഇഷ്ടമില്ലാത്തൊരു ശബ്ദമാണ് അല്ലെ. അവളെ പറ്റി, അവളുടെ ലുക്സിനെ പറ്റി പറഞ്ഞിട്ടില്ല, അവളുടെ ഗ്ലാമറിനെ പറ്റി പറഞ്ഞിട്ടില്ല, അവളുടെ സ്റ്റഡി സ്റ്റേറ്റസിനെ പറ്റി പറഞ്ഞിട്ടില്ല, അവളുടെ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇൻഫാക്ട് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ റൂത്ത് നവോമിയോട് ചോദിക്കുക, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ. ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് പറയുന്നുണ്ടെ ഇതിന്റെ അർത്ഥം എന്താ? ലിറ്ററലി ലൈക്ക് എ ബെഗർ. She was willing to be like a beggar. She is literally a beggar actually. അതിനും നാണക്കേടില്ലാത്തൊരു മകള്. എന്നിട്ട് ഈ മകൾ ഇങ്ങനെ അവള് തന്റെ അമ്മായിയമ്മയെ നോക്കാനായിട്ട് റെഡി ആയപ്പോൾ ദൈവം എന്തോ ചെയ്തെന്ന് നോക്കിയേ. ആ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൾ പോയത് ഭാഗ്യവശാൽ എലീമേലെക്കിന്റെ കുടുംബക്കാരനായി നമ്മൾ ബോസിനെ പറ്റി പറഞ്ഞു, ബോവസിന്റെ വയലിലാണ് പോയത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഷീ ഹാപ്പൻ ടു ഗോ ടു. ഈ ഹാപ്പൻ എങ്ങനെയാ വരുന്നത്? ഇറ്റ് ഇസ് നോട്ട് ബൈ ചാൻസ്, ഇറ്റ് ഇസ് ഡയറക്ഷൻ ഓഫ് ഗോഡ്. ഞാൻ ഓർക്ക് ഇവിടെ റൂത്ത് എന്തോ ചെയ്ത്? റൂത്ത് വലിയ പ്രസംഗം വല്ലതും പ്രസംഗിക്കുന്നുണ്ടോ? അതൊന്നും നമുക്ക് അതിനൊന്നും കഴിവില്ലായിരിക്കും. നമുക്ക് അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുക. റൂത്ത് നവോമിയുടെ കൂടെ തിരിച്ച് ബെത്ലഹേമിൽ വന്നു. അപ്പൊ റൂത്തിന്റെ മനസ്സിൽ എന്റെ അമ്മായിയമ്മയെ നോക്കേണ്ട ചുമതല എനിക്കാ എന്ന് വിചാരിച്ചിട്ട് അവള് പറഞ്ഞു, ഞാൻ പോയി ഒന്ന് ഭിക്ഷ യാചിക്കട്ടെ എന്നുള്ള രീതിയിൽ പോലെയാ പറയുന്നത് ആക്ച്വലി. സോ വെൻ വി സിൻസിയർലി ഡു ദ വർക്ക് which God has entrusted, let it be studies, let it be our work, let it be anything, or let it be just നമ്മുടെ കുടുംബത്തിലെ ജോലികള്, വീട്ടിലുള്ളവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ആയിക്കൊള്ളട്ടെ, വീട് വൃത്തിയാക്കുന്ന ആയിക്കൊള്ളട്ടെ, എന്താ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്? പ്രായമുള്ള മാതാപിതാക്കന്മാരെ നോക്കുന്നതിന്റെ മഹത്വമാണ് നമ്മൾ ഈ റൂത്ത് നവോമിയെ നോക്കിയെന്ന് ശുശ്രൂഷിക്കുന്നതിൽ നമ്മൾ പഠിക്കുന്ന പാഠം. ഇത് ഏതാണെങ്കിലും സ്നേഹത്തോടെ ധൈര്യത്തോടെ കർത്താവുള്ള ആശ്രയത്തിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മളെ കറക്റ്റ് പാതയിലോട്ട് നടത്തും. റൂത്തിനെ ബോസിന്റെ വയലിലോട്ട് നടത്തി. സ്തോത്രം. ബോസിന്റെ വയലിലോട്ട് നടത്തി. അത് കഴിഞ്ഞ് നമ്മള് റൂത്തിനെ പറ്റി കാണുന്നത് എ വില്ലിങ്നെസ് ടു ഡു ഹാർഡ് വർക്ക്. നമുക്ക് ആ വേഴ്സസ് ഒന്ന് നോക്കാം. 7-ാമത്തെ വേഴ്സിന്റെ അവസാനം, she came and has remained from morning until now. അവളെ പറ്റി മറ്റുള്ള അവിടെ നിന്നുള്ള ആൾക്കാർ പറയുവാ, 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുവാ, അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു. ഹാർഡ് വർക്ക്. God expects us to do hard work. Without doing hard work, we are not a testimony. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നമ്മൾ നമ്മളല്ലോ ഫുൾ ബൈബിൾ നോക്കിയാല് ദൈവം ഹൈ എസ്റ്റീം കൊടുത്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഹാർഡ് വർക്ക് ചെയ്തതായിരുന്നു. ഇറ്റ്സ് എ ജോയ് ടു ഡു ഹാർഡ് വർക്ക് തിങ്കിങ് ഇറ്റ് ഇസ് ഫോർ ഗോഡ് ആക്ച്വലി. എന്നിട്ട് അവള് അങ്ങനെ ചെയ്തപ്പോ ദൈവം എന്ത് ചെയ്യുന്ന അറിയുമോ? അവളുടെ എല്ലാ പ്രൊവിഷൻസും അവൾക്ക് കൊടുത്തു. 9th വേഴ്സ് വായിക്കാം. 9th വേഴ്സ് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, when you are thirsty, go to the water jars and drink.
14th verse വായിക്കാം. Come here that you may eat of the bread and dip your piece of bread in the vinegar. അത് കഴിഞ്ഞിട്ട് 16th verse, you shall purposely pull out for her some grain from the bundles and leave it that she may glean. Do not rebuke her. അത് കഴിഞ്ഞ് അവിടെ പറയുന്നുണ്ട് അവളെ ഇൻസൾട്ട് ചെയ്തരുത്. 9th verse, I have commanded the servants not to touch you. അപ്പൊ ഇവിടെ എന്തോ നമ്മൾ കാണുന്നത് അറിയാവോ? അതായത് കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ആഹാരം, എന്നിട്ട് പെറുക്കിക്കൊണ്ട് വീട്ടിൽ പോകാനായിട്ട് മനഃപൂർവ്വമായിട്ട് മാറ്റി വെച്ചിരിക്കുക. അവ ജോലിക്കാരോട് പറയുക, നിങ്ങൾ കുറച്ച് ഇളക്കി ഇട്ടേരാ അവൾക്ക് പെറുക്കാൻ വേണ്ടി. അവള് പുതിയതായിട്ടൊരു ജോലി സ്ഥലം, അവളുടെ കൾച്ചറോ ഒന്നും അല്ലാത്തൊരു സ്ഥലം. അവിടുത്തെ ചെറുപ്പക്കാരോട് പറയുക, അവളെ തൊടരുത്, അവളെ ഇൻസൾട്ട് ചെയ്യരുത്, അവളെ റിബ്യൂക്ക് ചെയ്യരുത്. സോ ദ പ്രൊവിഷൻ ഓഫ് ഗോഡ് ഫോർ ഡ്രിങ്കിങ്, ഫോർ ഈറ്റിംഗ് ഫുഡ്, ഫോർ ടേക്കിംഗ് ബാക്ക് ഹോം, ഫോർ പ്രൊവിഷൻ ഓഫ് ഗോഡ് ഫോർ പ്രൊട്ടക്ഷൻ, എന്താ ഹാർഡ് വർക്കിന്റെ ഒരു അവസാനത്തെ ഒരു കാര്യം വായിക്കാൻ നോക്കി. 17ാമത്തെ വാക്യം. 17 എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ, so she gleaned in the field until evening, then she beat out what she had gleaned. ഞാൻ അത് വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഡിസിപ്ലിന്റെ കാര്യം ഞാൻ ചിന്തിച്ചു. അവൾക്ക് വേണമെങ്കിൽ അത് പെറുക്കിയിട്ട് അവള് പറയാം, ഇത് ഒത്തിരി ഉണ്ട്, ഇനി എങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്നേ, ശരി നാളെ വന്ന് കൊണ്ടോ, നീ ഇത് മെതിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ ഒത്തിരി ടയേർഡായില്ലേ. അങ്ങനെയല്ല, ഷി ബീറ്റ് ഇറ്റ് ഔട്ട്. കാരണം അത് അങ്ങനെ ചെയ്താലേ അതിന്റെ ആ ഗ്രെയിൻസ് കിട്ടിയിട്ട് അത് പൊക്കി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഞാൻ എപ്പോഴും ഓർക്കും, നമ്മളെല്ലാം സഹോദരിമാരാണല്ലോ, നമുക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട്, ചിലപ്പം പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, അതിന്റെ കാര്യം കാണും. എനിക്ക് സാധാരണ വർഷത്തിൽ ഒരു വർഷം എനിക്ക് വീട്ടില് ഹെൽപ്പ് ചെയ്യുന്ന പ്രിയ സഹോദരി കാണത്തില്ല. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കും നമുക്ക് നമ്മുടെ യൂഷ്വൽ ടെൻഡൻസി എന്തുവാ, കുറച്ചു നേരമൊക്കെ റെസ്റ്റ് ചെയ്തേച്ച് പിന്നെ തുടങ്ങാന്ന്. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. ഒരു ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലി അപ്പൊ തന്നെ അങ്ങ് ചെയ്തു തീർത്താൽ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം കാണും ബാക്കി എല്ലാ കാര്യത്തിലും. മിനിസ്ട്രീസിന് പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ വേലയിൽ പലപ്പോഴും ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തതോ, ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ സമയം വൈകിട്ടൊന്നും കിട്ടാത്തത് എന്താണെന്നറിയാമോ? നമ്മളൊരു ഡിസിപ്ലിൻ ഇല്ലാതെയാണ് നമ്മുടെ ജോലി ചെയ്യുന്നത്. എപ്പോഴും നമുക്കങ്ങ് ജോലി ചെയ്യാം. ആക്ച്വലി അങ്ങനൊന്നും ജോലി നമുക്ക് ദൈവം തന്നിട്ടില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്നതിനേക്കാളും ഒരു ലോഡ് ദൈവം ഒരിക്കലും തരത്തില്ല, എസ്പെഷ്യലി ദൈവമക്കൾക്ക്. ദൈവം അത്ര കൺസേൺഡാ. നമ്മൾ പക്ഷെ അത് ഡിസിപ്ലിനോടെ ചെയ്യേണ്ടത് നമ്മുടെ. അത് റൂത്ത് അതിനൊരു എക്സാമ്പിളാ. റൂത്ത് അത് പെറുക്കിയിട്ട് അത് മെതിച്ചിട്ടാ കൊണ്ടുപോയത്, വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ഓർക്കുന്നത്, ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മൾ വീട്ടിൽ വന്നാല് നമുക്ക് വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ടായി നേരത്തെ ആ ജോലി അങ്ങ് തീർക്കാം. ഞാൻ എപ്പോഴും ഓർക്കും, എപ്പോഴും ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? എനിക്കത് എളുപ്പമാക്കാൻ വേണ്ടിയും കൂടാ. എന്നാലും ഞാനൊരു ടിപ്പ് പറയാം, പ്രത്യേകിച്ച് യങ് ആയിട്ടുള്ള കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി. പാത്രം, നമ്മൾ അടുക്കളയിലൊക്കെ പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത്, ഞാൻ ആ പാത്രം നിന്ന് കോരി ഇപ്പുറത്തെ ഒരു ചെറിയ പാത്രത്തിലോട്ട് ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ മറ്റേത് കഴുകി വെച്ചിട്ട് ഞാൻ അടുത്ത കാര്യം ചെയ്യും. അപ്പൊ സിങ്കിൽ ഒരിക്കലും പാത്രം കാണത്തില്ല, അഴുക്ക് പാത്രം കാണത്തില്ല. മനസ്സിലായോ? അപ്പം ദൈവം നമുക്കൊരു ഡിസിപ്ലിൻ തന്നിരിക്കുക. ഈ ഡിസിപ്ലിന്റെ കാര്യം 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഈ റൂത്തിന്റെ സ്റ്റോറി ഒന്ന് തീർന്നതിന് ശേഷം അത് ഞാൻ പറയാമെന്നാ ചിന്തിക്കുന്നത്. ചാപ്റ്റർ 3 വരാം. 3-ാം അധ്യായത്തിലോട്ട് വരുമ്പം ഇപ്പൊ കണ്ടില്ലേ, നവോമിയുടെ മട്ട് മുഴുവൻ മാറി. 1-ാം അധ്യായം തുടങ്ങുമ്പോൾ നവോമി ഒരു കംപ്ലൈനിങ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ കൂടെ 3-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കീ ഉണ്ട്, ഒരു സീക്രട്ട് ഉണ്ട്. 2-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അതെന്തോന്നറിയാമോ? റൂത്ത് അമ്മാവി അമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലാണെങ്കിൽ ഷി ലിവ്ഡ് വിത്ത് ഹർ മദർ ഇൻ ലോ എന്ന്. നമുക്ക് പലപ്പോഴും നമ്മൾ പറയും, എന്റെ അമ്മായി അമ്മ ഇങ്ങനെയാ, എനിക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് എപ്പോഴും പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുമ്പോ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമ്മളാണ് നമ്മുടെ കൂടെ ആരൊക്കെയുണ്ടോ, അമ്മായിമ്മ അല്ലാതിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലെ റൂംമേറ്റ് ആയിരിക്കും, നമ്മുടെ സ്വന്തം പേരൻസ് ആയിരിക്കും, നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ആയിരിക്കും, നമ്മുടെ സ്പൗസ് ആയിരിക്കാം, നമ്മുടെ ആരെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് കൂടെ അടുത്ത ഇടപഴകേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാന്ന് വിചാരിച്ചു. ഈ റൂത്ത് മുഖാന്തരം നവോമി കംപ്ലീറ്റ് മാറി. 1-ാം അധ്യായത്തിൽ കാണുന്ന നവോമി അല്ല 3-ാം അധ്യായത്തിൽ. 1-ാം അധ്യായത്തിൽ കംപ്ലൈന്റ് പറയുക, വലിയ സർവശക്തൻ എന്നോട് എങ്ങനെയാ ചെയ്തത്, എന്റെ പേര് ഇങ്ങനെയാ, എന്നെ നവോമി എന്ന് വിളിക്കല്ലേ, എന്നെ മാറാന്ന് വിളിക്ക എന്നൊക്കെ പറയുന്ന കാര്യം 1-ാം അധ്യായത്തിന്റെ അവസാനവും 2-ാം അധ്യായത്തിലെയും റൂത്തിന്റെ വ്യവഹാരം കണ്ടിട്ട് അവസാനം പറഞ്ഞിരിക്കുന്നത് ഷി ലിവ്ഡ് വിത്ത് ഹർ മദർ ഇൻ ലോ.
ബ്ലെസ്സഡ് റിലേഷൻഷിപ്പ്. റൂത്ത് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. റൂത്ത് തന്റെ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഞാൻ ഒരു കാര്യം പറയട്ടെ, എങ്ങനെയാ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ബൈ ട്രാൻസ്പെറൻസി. നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അവരുടെ സഹകരണം നമ്മൾ ആവശ്യപ്പെടാം. നമുക്ക് ഒരുമിച്ച്, അത് ഭയങ്കര ഒരു ബ്യൂട്ടി അത്, അങ്ങനെ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇവള് ഇങ്ങനെ ചെയ്തപ്പം 3-ാം അധ്യായം തുടങ്ങുമ്പോ എങ്ങനെയാ തുടങ്ങുന്ന അറിയാമോ? ഇപ്പൊ നവോമിയുടെ നോട്ടം നവോമിയിൽ നിന്ന് മാറി റൂത്തിലോട്ടായി. നവോമി പറയോ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില്, അനന്തരം അവളുടെ അമ്മാവിയമ്മായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? ഇംഗ്ലീഷില്, ഷാൽ ഐ നോട്ട് സീക്ക് സെക്യൂരിറ്റി ഫോർ യു? നവോമി ഇപ്പം അൺസെൽഫിഷ് ആയി. നവോമിക്ക് വേണേ ചിന്തിക്കാം, അയ്യോ എന്നെ നോക്കാൻ എന്റെ മരുമകളാണല്ലോ ഉള്ളത്. അല്ല, ഇപ്പൊ നവോമി ചിന്തിക്കാൻ തുടങ്ങി, എന്റെ മകൾക്ക് വേണ്ടി ഞാൻ നോക്കണം. അപ്പൊ ഇത് പേരൻസിന്റെ ഒരു ജോലിയാണ്. മക്കളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുകയും കരുതുകയും അവരുടെ ഭാവി വിവാഹത്തെ പറ്റി ചിന്തിക്കുകയും ചെയ്യേണ്ട കാര്യം. അതിന് സെക്യൂരിറ്റി എന്നാ പറഞ്ഞിരിക്കുന്നത്, സുരക്ഷിതത്വം. അത് അപ്പൊ നവോമി അത് വെച്ചപ്പം അതിനെപ്പറ്റി പറഞ്ഞപ്പം 5-ാം വാക്യത്തിൽ കണ്ടോ, നവോമി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം പിന്നെ റൂത്ത് പറയുക, നീ പറയുന്നതൊക്കെയും ഞാൻ ചെയ്യാം. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ റൂത്ത് വന്നത് വേറൊരു കൾച്ചറിൽ നിന്ന്, മൊവാബിയ കൾച്ചറിൽ നിന്ന്. ഇസ്രായേലിൽ വേറൊരു കൾച്ചർ. നമ്മൾ ആ 3-ാം അധ്യായത്തിൽ നടക്കുന്ന കാര്യം ചിന്തിച്ചാൽ നമ്മൾ ചിന്തിക്കും, ഇത് എങ്ങനെ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? അവൾക്ക് എങ്ങനെ ധൈര്യം കിട്ടും? അവൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഞാൻ ശരിക്കും റൂത്തിന് വേണേ പറയാം, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല അമ്മേ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം, ജോലിയൊക്കെ ചെയ്യാം, ഇതെന്നോട് പറയല്ലേ ചെയ്യാൻ. എന്റെ നാട്ടിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കൾച്ചർ കണ്ടിട്ടില്ല. നമ്മൾ ചിലപ്പോൾ കല്യാണം കഴിച്ചൊരു പുതിയ വീട്ടിലോട്ട് വരുന്നവര്, എന്റെ വീട്ടിൽ എന്റെ അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അങ്ങനെയൊന്നും അല്ല. ദൈവത്തിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മളെ എവിടെ ആക്കിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ, ആ ചുറ്റുപാടിൽ, ആ റിലേഷൻഷിപ്സുമായിട്ട് മിഴുകി ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിക്കാനായിട്ടുള്ള കഴിവ്, കൃപയും നമുക്ക് ദൈവം തരും. അതാ റൂത്ത് ചെയ്യുന്നത്. റൂത്ത് എന്ത് ചെയ്തെന്ന് അറിയാമോ? റൂത്ത് അമ്മായിമ്മ പറയുന്ന പോലെ, ആ സ്റ്റോറി നിങ്ങൾ പിന്നെ വായിച്ചാട്ടെ, പലർക്കും അറിയാമല്ലോ അത്. എന്നിട്ട് ഷീ ഡിഡ് നോട്ട് സേ ഐ എം നോട്ട് യൂസ് ടു ദിസ്, ഞാൻ ഇത് പരിചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഐ എം നോട്ട് യൂസ് ടു ദിസ് നമ്മൾ പറയുന്നേ ഇല്ല. ആക്ച്വലി വേണമെങ്കിൽ പറയാം, ഇപ്പോഴത്തെ മക്കളൊക്കെ പലപ്പോഴും പറയും, അമ്മയ്ക്ക് എന്തറിയാം, ജനറേഷൻ ഗ്യാപ്പ്, പഴയ ജനറേഷന്. അതൊന്നുമല്ല. അവളോട് പറഞ്ഞ കാര്യം അവൾ പറയുകയും ചെയ്യുന്നുണ്ട്, നീ പറയുന്ന ഒക്കെ ഞാൻ ചെയ്യാം, ഓൾ ദാറ്റ് യു സേ ഐ വിൽ ഡു. അങ്ങനെ ഒരു കാര്യം പേരൻസിനെ ഓണർ ചെയ്തപ്പോഴത്തേക്ക് 11-ാം വാക്യം കണ്ടോ, അവളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ബോസ് പറയും, നൗ മൈ ഡോട്ടർ, ഡു നോട്ട് ഫിയർ, ഐ വിൽ ഡു ഫോർ യു വാട്ട് എവർ യു ആസ്ക്, ഫോർ ഓൾ മൈ പീപ്പിൾ ഇൻ ദ സിറ്റി നോ ദാറ്റ് യു ആർ എ വുമൺ ഓഫ് എക്സലൻസ്. 3-11 ഞാൻ മലയാളത്തിലും കൂടെ വായിക്കാം. ആകിയാൽ മകളെ ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്ന ഒക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും സമയത്തിനുള്ളിൽ, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളില് ഈ ബോസ് താമസിച്ച പട്ടണത്തിലെ പട്ടണക്കാർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി, ഈ റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണ്. അവൾ എന്തെങ്കിലും സ്പെക്ടാക്കുലർ ആയിട്ട് ചെയ്തോ? അവൾ അവിടുത്തെ ഏറ്റവും വലിയ ജോലി എടുത്തോ? അവൾ അല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് പോയോ? വലിയ ഡിഗ്രി എടുത്തോ? ഒന്നും എടുത്തില്ല. വണ്ടർഫുൾ അല്ലെ? ബ്ലെസ്സഡ്നെസ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉത്തമ സ്ത്രീ. നമ്മളെ പറ്റി ചുറ്റുപാടുള്ളവരൊക്കെ എന്തായിരിക്കും പറയുന്നത്? എന്നാ ഒരു മിനിറ്റ് നമുക്കൊന്ന് ആലോചിക്കാം. ഞാൻ എന്നെ പറ്റി തന്നെ ആലോചിക്കുക. കർത്താവെ, ഞാൻ രാവിലെ എഴുന്നേറ്റ് വെളിയിലോട്ട് പോകുമ്പോൾ എന്റെ അയൽവാസികൾ എന്തോ എന്നെ പറ്റി പറയുന്നു, എന്റെ ചർച്ചിലുള്ളവർ എന്നെ പറ്റി എന്തോ പറയുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാനത്തുള്ളവർ എന്തോ പറയുന്നു, എന്റെ വീടിന്റെ അകത്തുള്ളവര്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്തോ എന്നെ പറ്റി പറയുന്നു. ആ പട്ടണത്തിലെ എല്ലാവരും റൂത്തിനെ പറ്റി ഒരു കാര്യം പറഞ്ഞു, ഉത്തമ സ്ത്രീയെ പറ്റി പിന്നെ നമുക്കൊന്ന് വായിക്കാം, അത് കഴിഞ്ഞിട്ടൊന്ന് വായിക്കാം. നമ്മള് ഈ 3-ാം അധ്യായത്തിന്റെ ലാസ്റ്റ് വാക്യം വായിക്കാം. 16 ആദ്യം വായിക്കാം. 3:16 വായിക്കുന്നുണ്ടേ. അവൾ അമ്മാവിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അയാൾ തനിക്ക് ചെയ്തതൊക്കെയും അവൾ അറിയിച്ചു. പിന്നെയും നമ്മൾ കാണുന്ന ട്രാൻസ്പെറൻസിയാണ്. ഞാൻ ചിന്തിക്കുക, പലപ്പോഴും നമ്മുടെ ഉറ്റ റിലേറ്റീവ്സിനെ, നമ്മുടെ വേണ്ടപ്പെട്ട നമ്മൾ പലതും മറച്ചു വെക്കും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാം അവൾ അറിയിച്ചു. അങ്ങനെ അറിയിച്ചപ്പോൾ അവസാനം അമ്മായിയമ്മ എന്തോ പറയുന്നറിയാമോ? 18-ാം വാക്യം, എന്റെ മകളെ, ഈ കാര്യം എന്താകുമെന്ന് അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുക. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്, നവോമി നമുക്കൊരു വലിയ ഇൻസ്ട്രക്ഷൻ നമുക്ക് എല്ലാവർക്കും തരുക.
ദൈവസന്നിധിയിൽ ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ ദൈവം നമുക്ക് തോന്നിയിട്ട് ഒരു കല്യാണാലോചന ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? സ്വസ്ഥമായിട്ടിരിക്കാം. കല്യാണാലോചന പറഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിക്കുക, ഞങ്ങളുടെ ഇളയ മൂന്നാമത്തെ മകൾക്ക് വേണ്ടി ഞങ്ങൾ കല്യാണാലോചന ചിന്തിച്ചു. ആ കാര്യം ഏൽപ്പിച്ചു. ഇപ്പൊ ഞങ്ങൾ അനങ്ങാതിരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. ദൈവം എന്തോ പറയുന്നു നോക്കട്ടെ. നമ്മൾ പോയി തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ നവമി നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തരുക, വെയിറ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വെയിറ്റ് മൈ ഡോട്ടർ അണ്ടിൽ യു നോ ഹൗ ദ മാറ്റർ ടേൺസ് ഔട്ട്. അതിന്റെ അടുത്ത വേഴ്സാണ് ബോസിനെ പറ്റി. ദ മാൻ വിൽ നോട്ട് റെസ്റ്റ് അണ്ടിൽ ഹി ഹാസ് സെറ്റിൽഡ് ഇറ്റ് ടുഡേ. ഞങ്ങളത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫാമിലി പിള്ളേർ പറഞ്ഞപ്പോൾ സാംചാൻ പറയുമായിരുന്നു, നമ്മുടെ കാര്യം സെറ്റിൽ ചെയ്യുന്നവരെ ദൈവം റെസ്റ്റ് ചെയ്യത്തില്ല. എന്ത് ബ്ലെസ്സഡ്നെസ് അല്ലേ, എന്ത് ബ്ലെസ്സഡ്നെസ് ആണ്. നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അങ്ങ് റെസ്റ്റ് ചെയ്യും. വെയിറ്റ് ദ ലോർഡ് വിൽ ഡു ഇറ്റ്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. ആ വാക്യം എന്ന് പറയുമ്പോൾ, അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഈ പിന്നെ ഒരാളുടെ ഒരു ഫാമിലിയില് ഹസ്ബൻഡ് മരിച്ചു പോയാൽ അവരുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആ വൈഫിനെ കല്യാണം കഴിക്കണം, പിന്നെ രണ്ടാമത്. എന്നിട്ട് മറ്റവർക്ക് വേണ്ടി ഒരു തലമുറയെ കൊണ്ടുവരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഈ ബോസ് റിലേറ്റീവ്, പക്ഷെ ബോസ് പറഞ്ഞു, എന്നെക്കാട്ടിലും കൂടി അടുത്തൊരു റിലേറ്റീവ് ഉണ്ട്, അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബോസ് ഒരു തിരക്കും പിടിക്കുന്നില്ല. അപ്പോൾ ഈ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ എഴുതിക്കുന്നത്? എന്നാൽ ബോസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. ഞാൻ ഓർക്കുമായിരുന്നു വായിച്ചപ്പം, ഇംഗ്ലീഷില് ബോസ് went up to the gate and sat down there, and behold, the close relative of whom Boaz spoke was passing by. അപ്പം ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? ബോസ്, അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, നവോമിയുടെ റെസ്റ്റ്, റൂത്തിന്റെ റെസ്റ്റ്, ബോസിന്റെ റെസ്റ്റ്. നവോമിയുടെ സമാധാനമായിട്ടുള്ള പെരുമാറ്റം, റൂത്തിന്റെ സമാധാനമായിട്ടുള്ള പെരുമാറ്റം, ബോസ് അവിടെ പോയി ഇരുന്നത്. ദൈവം എന്ത് ചെയ്തു? ആ വീണ്ടെടുപ്പുകാരനെ അതുവഴി കൊണ്ടുവന്നു. God brought that relative that side. Passed by. അവൻ അതുവഴി കടന്നു പോയെന്നാ. അവൻ അങ്ങോട്ട് വന്നതല്ല, കടന്നങ്ങ് പോവായിരുന്നു. ബോസ് പുള്ളിയെ വിളിച്ചു, വാ ഇങ്ങോട്ടൊന്ന് ഇരുന്ന് ഞാനൊരു കാര്യം പറയട്ടെ. അത് കഴിഞ്ഞ് അവര് അങ്ങനെ പിന്നെ അവിടെ ഇരുന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ആ വീണ്ടെടുപ്പുകാരൻ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല ഈ കാര്യം, നിങ്ങൾ തന്നെ എന്നെ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ആ വഴി ക്ലീൻ ആയിട്ട് മാറിക്കെട്ടി. ദൈവം എന്ത് ചെയ്തു? ബോസ് അവളെ കല്യാണം കഴിച്ചു. അതൊക്കെ നമുക്കറിയാം. എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. 11-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന് പട്ടണവാതിൽക്കൽ ഇരുന്ന സകല മൂപ്പന്മാരും പറഞ്ഞത്, ഞങ്ങൾ സാക്ഷികൾ തന്നെ. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും ലേയെ പോലെയും ആക്കട്ടെ, അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത് എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വരുമ്പം 13. ഇങ്ങനെ ബോവസ് റൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ ഓർക്കും, എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. ദൈവമാണ് ഒരു ഗർഭം തരുന്നത്, ഒരു പ്രഗ്നൻസി തരുന്നത്. ഗോഡ് എനേബിൾഡ് ഹെർ ടു കൺസീവ് എന്നായിരിക്കുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഏകദേശം 3-3.5 വർഷം മക്കളില്ലായിരുന്നു. അപ്പം എന്നെ ദൈവം എൻകറേജ് ചെയ്ത വേഴ്സ് ഇതായിരുന്നു, 84-ാം സങ്കീർത്തനം 11-ാം വാക്യം, നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും അത് മുടക്കിയത്. നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കിയ. നോ ഗുഡ് തിങ് വിൽ ഹി വിത്ത്ഹോൾഡ് ഫ്രം ദം ദാറ്റ് വാക്ക് അപ്രൈറ്റ്ലി. ദൈവം എന്ത് ചെയ്തു? അതിശയമായിട്ട് ഒരു കുഞ്ഞല്ല 4 കുഞ്ഞുങ്ങളെ ദൈവം ഗോഡ് എനേബിൾഡ് ഹെർ ടു കൺസീവ്. അത് കഴിഞ്ഞ് 21-ാം വാക്യം ലാസ്റ്റ് വായിക്കുമ്പം, സൽമോൻ ബോസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇതേ കാര്യം തന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാ. അതായത് സൽമോൻ രാഹാബിൽ ബോസിനെ ജനിപ്പിച്ചു, ബോവസ് പിന്നെ ഇങ്ങോട്ട് റൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. 2 സ്ത്രീകളുടെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും ഇസ്രായേൽ ഗൃഹത്തെ യേശു കർത്താവിന്റെ വംശാവലിയിൽ വരാൻ സാധ്യതയില്ലാത്ത 2 സ്ത്രീകൾ. ഒരാൾ ഒരു വേശ്യ രാഹാബ്, രണ്ടാമത് റൂത്ത് ഒരു മോവാബിയ സ്ത്രീ. നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പാസ്റ്റ് ദൈവം മറന്നു.
മറക്കും, കംപ്ലീറ്റ് ആയിട്ട് മറക്കും. നമ്മളെ ക്രിസ്തുവിൽ കൂടി പുതിയ സൃഷ്ടിയായിട്ടാണ് കാണുന്നത്. എന്നിട്ട് നമ്മളിൽ കൂടി അനേകരെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവ് നോക്കിയിരിക്കുക. അത് വൺസ് ഫോർ ഓൾ മാത്രമല്ല, നമ്മൾ കർത്താവിലേക്ക് ആദ്യം വന്നപ്പോഴല്ല, ഓരോ ദിവസവും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മറക്കരുത്. ക്രൈസിസ് ഉണ്ട്, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ക്രൈസിസ് വരും. പക്ഷെ ഓരോ മിനിറ്റിലും ദൈവം പറയുക, എറൈസ് ആൻഡ് റിട്ടേൺ ടു മീ. അത് നമുക്കൊരു വാക്യം വായിക്കാം. യെരമ്യാ പുസ്തകം 3-ാം അധ്യായം. യെരമ്യാ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിന്റെ 12-ഉം 14-ഉം. യെരമ്യാവ് 3:12. റിട്ടേൺ ഫെയ്ത്ത്ലെസ് ഇസ്രായേൽ. 14, റിട്ടേൺ ഫെയ്ത്ത്ലെസ് സൺസ്. വിശ്വാസത്യാഗിനിയായ മക്കളെ മടങ്ങി വരിക. വിശ്വാസം ഇല്ലാത്തവരെ, വിശ്വാസം കളഞ്ഞവരെ, ചില നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം അങ്ങ് പോവല്ലേ. ദൈവം പറയുക, നീ അങ്ങ് മടങ്ങി വാ. ഇത്രയും ചെയ്താൽ മതി. ഒറ്റ കാര്യം, നവോമി ചെയ്ത കാര്യം ഒരു ദിവസം നമ്മളോട് 10 പ്രാവശ്യം ദൈവം പറയാം, മടങ്ങി വാ, മടങ്ങി വാ. നമ്മൾ പിന്നെയും വിശ്വാസം പോയോ, പിന്നെയും നമ്മൾ വിശ്വാസം ഇല്ലാത്ത പോലെ ദൈവം പറയാം, മടങ്ങി വാ. മടങ്ങി വരുമ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഒരു അനുഗ്രഹമാക്കും. ഇതാണ് നമ്മൾ രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. പിന്നെ ഉത്തമയായ സ്ത്രീയെ പറ്റി. ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണല്ലോ. സദൃശ്യവാക്യങ്ങൾ 31-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ബട്ട് വൺ വാക്യം. സദൃശ്യവാക്യങ്ങൾ 31-ന്റെ 30. അവിടെ പറഞ്ഞിരിക്കുന്നത് ഉത്തമയായ സ്ത്രീയെ പറ്റി അത് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. എന്താ വേഴ്സ് വായിക്കുന്നത്? ചാം ഈസ് ഡിസീറ്റ്ഫുൾ ആൻഡ് ബ്യൂട്ടി ഈസ് വെയിൻ, ബട്ട് എ വുമൺ ഹു ഫിയേഴ്സ് ദ ലോർഡ് ഷീ ഷാൽ ബി പ്രൈസ്ഡ്. ചാം, മറ്റുള്ളവരെ മയക്കാനുള്ള നമ്മുടെ ഒരു കഴിവോ, നമ്മുടെ ഭംഗിയോ, നമ്മുടെ സ്കിന്നിന്റെ കളറോ, നമ്മുടെ ഒന്നുമല്ല ദൈവം. നമുക്ക് എത്ര മുടിയുണ്ടെന്നോ, നമ്മുടെ മൂക്ക് എങ്ങനെയാണെന്ന് ഇരിക്കുന്നോ ഒന്നുമല്ല. ദൈവം നോക്കുന്നത് ഉത്തമയായ സ്ത്രീ എന്ന് പറയുമ്പോൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് ദൈവത്തിൽ ആശ്രയിച്ച് ഏറ്റവും മോശം, അവൾ ഭിക്ഷയാചിക്കാനാ പോയത്, മാന്യമായിട്ട് ചെയ്തു. ദൈവം എന്ത് ചെയ്തു? അവളെ ഉത്തമയാക്കി മാറ്റി. ദൈവം അവളെ ഉത്തമയാക്കി മാറ്റി. ദൈവം നമുക്ക് നന്ദി കൊടുക്കാം. നമ്മൾ അങ്ങനെ ആകാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വാക്യം കൂടെ, ലാസ്റ്റ് വാക്യം വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഡിസിപ്ലിന്റെ കാര്യം നമ്മളൊന്ന് വായിച്ചു. അതും കൂടെ ഒരു വാക്യം പുതിയ നിയമത്തിൽ. അതായത് അവള് കൊയ്ത്ത് കൊണ്ടുവന്നിട്ട്, കതിര് കൊണ്ടുവന്നിട്ട് മെതിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോ എനിക്കൊരു വാക്യം 1 തെസ്സലോനിക്കർ 9-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ എനിക്ക് ഓർമ്മ വന്നു. പിന്നെ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പിച്ചൊരു വാക്യം അത്. Do you not know that those who run in a race all run, but only one receives the prize? Run in such a way that you may win. ഈ വാക്യം, റൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു മേ വിൻ. ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടും, പക്ഷെ വേറെ വേറെ ഓട്ടങ്ങൾ ഓടാൻ അതായത് 50 മീറ്ററും 100 മീറ്ററും 1500 മീറ്ററിനും വേറെ വേറെ രീതിയിലാണ് ഓടേണ്ടത്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ജോലിയും നമ്മൾ പല ടൈപ്പ് പരീക്ഷകൾ എഴുതും. എന്റെ മക്കളെല്ലാം എപ്പോഴും പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ അവരോട് എപ്പോഴും പറയും, ഓരോ പരീക്ഷയ്ക്കും പഠിക്കേണ്ടത് ഓരോ രീതിയിലാണ്. എല്ലാത്തിനും ഒരു ഡിസിപ്ലിൻ വേണം. റൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു മേ വിൻ. നമ്മളോട് ഓടാനേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പ്രതിഫലവും പ്രൈസും ഒക്കെ തരുന്നത് ദൈവമാണ്. നമ്മൾ ഓടണം. രൂത്ത് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ ഈ കാര്യം ഇവിടെ നടക്കുമായിരുന്നു. രൂത്ത് പറയുക, എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ അറിയത്തില്ല, എനിക്ക് ആരെ അറിയത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കുക, ഞാൻ അമ്മായിമ്മ വേണമെങ്കിൽ നോക്കിക്കോളാം, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാം. അല്ല, നമ്മളെ ദൈവം ഓരോ കാര്യം ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ പറയുക, ഞാനത് ചെയ്യാൻ റെഡിയാ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. റൂത്തിനെ പോലെ ഉത്തമയായിട്ടുള്ള നമ്മുടെ റൂത്തിനെ അമ്മാവൻ മാറ്റി ദൈവത്തിന്റെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന രൂത്ത് നമ്മളെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചുറ്റുപാടും എല്ലാവരും ട്രാൻസ്ഫോം ചെയ്യാൻ, അവരെ രൂപാന്തരപ്പെടുത്താനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പക്ഷെ ചെയ്യുന്നത് എന്താ പറയുമ്പോൾ, നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ ഓർത്ത് നമുക്ക് തന്നെ സെൽഫ് പിറ്റി ഉണ്ടായി നമ്മൾ അയ്യോ എനിക്ക് ഇത്രയും പ്രയാസം ഉണ്ടല്ലോ, എനിക്ക് എന്താ ഇങ്ങനെ വന്നത്, ഞാൻ ദൈവത്തെ ആശ്രയിച്ച് എന്താ ഇങ്ങനെ വന്നു ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല, നമുക്ക് നമ്മൾക്ക് പെർമിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കി ദൈവത്തിൽ നിന്ന് അതിന്റെ ആശ്വാസം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് ദൈവം തരുന്ന അളവിൽ നമ്മൾ ജീവിച്ചിട്ട് അനേകർക്ക് അനുഗ്രഹമാകാനായിട്ട് ദൈവം ആഗ്രഹിക്കും.
റൂത്തിന്റെ പുസ്തകത്തിൽ നമ്മളതാ പഠിക്കുന്നത്. ഒരു ഗ്ലാമർ ഇല്ലാത്ത റൂത്ത്, ഒന്നുമില്ലാത്ത റൂത്ത് ഉത്തമ സ്ത്രീയായിട്ട് മാറി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവിനെ കിട്ടി. അമ്മാവിയമ്മയുടെ മുഴുവൻ സ്വഭാവവും ദൈവസന്നിധിയിലോട് തിരിക്കാനായിട്ട് ഈ മോവാബിയ സ്ത്രീക്ക് കഴിഞ്ഞു. ആ പട്ടണത്തെ മുഴുവൻ അനുഗ്രഹിച്ചു. മാത്രമല്ല വരാൻ പോകുന്ന തലമുറകളെ അനുഗ്രഹിച്ചു. ദൈവം ഇന്ന് ഈ പ്രവൃത്തി നമ്മുടെ ഓരോരുത്തരുടെ എന്റെയും ജീവിതത്തിൽ ചെയ്യാനായിട്ട് നോക്കിയിരിക്കുക. നമുക്ക് തന്നെത്താനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ റൂത്തിന്റെ പുസ്തകം വായിച്ച് ദൈവം നമ്മളോട് പിന്നെയും തുടർന്ന് സംസാരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ആകാത്ത ഇടങ്ങൾ എവിടെയൊക്കെയുണ്ടോ അത് തിരുത്തി ട്രാൻസ്ഫോംഡ് ആയിട്ട് അതുപോലെ ജീവിക്കാനും ദൈവം നമ്മളെ സഹായിക്കുമാറാണ്.